പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗീയ ഭോജ്യമായി തിരുവോസ്തുരൂപനായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ 3 മണി സമയം നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിലായിരിക്കുന്നു. വിശുദ്ധ കുർബാനയായി, സ്വർഗീയ ഭോജ്യമായി, നിത്യജീവന്റെ ആഹാരമായി ഈശോയെ, ഈ കുദാശയിൽ നീ ഞങ്ങളുടെ കൂടെയായിരിക്കുമ്പോൾ ഈ മണിക്കൂറിൽ നീ വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിലായിരുന്നു നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, വിശുദ്ധ പൗസ്തനായി അങ്ങ് വെളിപ്പെടുത്തിയതുപോലെ ഈ 3 മണി സമയം ഈശോയെ നിന്റെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ആവശ്യം പോലും കർത്താവ് അങ്ങ് തള്ളിക്കളയത്തില്ല. ഒരു വലിയ ബോധ്യത്തോടെ, ആ ഉറപ്പിൻ്റെ ബലത്തിൽ ഈ നിമിഷം ഞങ്ങളുടെ എല്ലാ ഹൃദയവിചാരങ്ങളും, ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തു കഴിഞ്ഞാൽ ഈ ജീവിതം പോലും മതിയാകില്ല ദൈവത്തിന് നന്ദി പറയാൻ. ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടതും ധ്യാനിച്ചതുമായ കാര്യം, ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരും. ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, അതായത് ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവം അത്രമാത്രം നല്ലവനാണെന്നും ദൈവം കാരുണ്യവാനാണെന്നും വചനത്തിൽ ദൈവം അരുളി ചെയ്ത ഓരോ കാര്യങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും ആധുനികമായ ഒത്തിരിയേറെ കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയൊക്കെ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും നമ്മൾ പരിശ്രമിക്കണമെന്നുള്ളത് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമാണ്. അവിടെ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ കൃത്യമായിട്ടും എന്തുകൊണ്ടാണ് നാം ദൈവത്തിൽ ആശ്രയം വെക്കുന്നത്, എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ഇത്രമാത്രം ശ്രേഷ്ഠമായി കരുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം തിരുവചനങ്ങളെ പ്രകാരമാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിക്കൊള്ളട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം വാഗ്ദാനം ചെയ്ത പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാവരും നമ്മളെ ഒന്ന് പരിഗണിക്കണം, സ്നേഹിക്കണം, നമ്മളോട് അനുകമ്പയോടെയൊക്കെ പെരുമാറണം. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് കാശില്ലാത്തതോ അല്ലെങ്കിൽ ജോലിയില്ലാത്തതോ വീടില്ലാത്തതോ ഒന്നുമല്ല, മറിച്ച് അതിനേക്കാളും ഉപരിയായി നമ്മളെല്ലാവരുടെയും മുമ്പിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വലിയ അവസ്ഥ. വലിയ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ ജീവിതത്തിന് താളം പോലും തെറ്റിപ്പോകാൻ സാധ്യത. അത് മരണത്തെക്കാൾ ശക്തമായ ഒരു വലിയ ഒരു അസ്വസ്ഥതയാണ്. ഇന്ന് ലോകത്തിൽ ഒത്തിരിയേറെ ആളുകൾ ഈ ഒരു വിഷമ സാഹചര്യത്തിലോ ഒത്തിരിയേറെ ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, ഇത്രയേറെ അധ്വാനിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചുറ്റുമുള്ളവർ, ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ പരിഗണിക്കുന്നില്ല, എന്നോട് സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ള ഒത്തിരിയേറെ ചിന്തകളിലും അതുപോലെ അങ്ങനെയുള്ള ഒരു വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ആൾക്കാരെ കാണാൻ പറ്റും. പ്രായമായ മാതാപിതാക്കൾ എല്ലാവരാലും പരിക്തരായി ജീവിതകാലം മുഴുവനും മക്കൾക്ക് വേണ്ടിയും ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ചു തീർന്നവർ അവരുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കാനോ പരിഗണിക്കാനോ ഒന്നും ആരും കാണത്തില്ല. അങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി, പ്രിയപ്പെട്ടവർ ഇത്രമാത്രം താൻ ആഴത്തിൽ സ്നേഹിച്ചവർ പോലും ഉപേക്ഷിച്ചു പോയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്.
അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നൊരു കാര്യം അതാണ്, ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോകുന്നത്. അവിടെയൊക്കെ വചനം നമുക്ക് തരുന്നൊരു വലിയ ഉറപ്പ് എന്ന് പറയുന്നത്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ ജീവിതത്തിൽ ധീരതയോടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ ജീവിതങ്ങളിൽ നിറയുമ്പോഴാണ്. അതായത് നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? ഇതുപോലെ എന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും എന്നെ വിലമതിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ ദൈവം. ഈശോയുടെ പരസ്യ ജീവിതകാലത്തും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും ഈശോയുടെ ജീവിതത്തിൽ എല്ലാം നല്ല സുഖസമൃദ്ധമായ ജീവിതമാണെന്നല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനായി തൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച ഈശോയെ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. പക്ഷേ താൻ അതുപോലെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നവർ പോലും ഈശോയെ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ദൈവവചനം കൃത്യമായിട്ടും എല്ലാവരുടെയും പക്കലെത്തുവാനായിട്ട് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ റെസ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ഇത്രമാത്രം തീക്ഷ്ണതയോടെ ദൈവവചനം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച ഈശോ, ആ ഒരു ഈശോയുടെ വാക്കുകൾ കേട്ടിട്ട് ഇവൻ്റെ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അവനെ പരിഹസിച്ചിട്ടുണ്ട്. ഇവനൊരു തച്ചൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ജോലിയുടെ പേരിൽ ഈശോയെ തളർത്തുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ എല്ലാവരും പീഡാസഹനത്തിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈശോയെ പിടിച്ചു കെട്ടിയ സമയത്ത് എല്ലാവരും ഈശോയെ ഉപേക്ഷിച്ചു പോയി. പത്രോസ്ലീഹ പറഞ്ഞ കാര്യമാണ്, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ പത്രോസ്ലീഹ പോലും ഈശോയെ 3 പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ സാധാരണ തകർന്നു പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന ഈശോ, പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്നത് ഈശോയുടെ ആ ഒരു വലിയ മനോഭാവമാണ്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 16-ാമത്തെ അധ്യായം 32-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. അതായത് എല്ലാവരാലും പരിത്യക്തനാകുന്ന ക്രിസ്തു, എല്ലാവരും ചുറ്റുമുണ്ടായിരുന്ന ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സ്വീകരിച്ചവരുണ്ട്, രോഗശാന്തികൾ ലഭിച്ചവരുണ്ട്, ഒത്തിരിയേറെ പ്രബോധനങ്ങളിലൂടെ പ്രബുദ്ധരായവരുണ്ട്. ഇവരെല്ലാവരും ഈശോയുടെ ചുറ്റുമുണ്ടായ എല്ലാവരും ഈശോയെ ഉപേക്ഷിച്ച് ഏകനായി നിൽക്കുന്ന സമയം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വലിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈശോ. പക്ഷേ ഈശോ പറയുന്ന കാര്യം, എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്, പിതാവ് എന്നോട് കൂടെയുണ്ട്, ഞാൻ ഏകനല്ല. അതായിരുന്നു ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യവും ഏറ്റവും വലിയ ബോധ്യവും. ഈശോ പറഞ്ഞ കാര്യം ഇതാണ്, അതായത് ഞാൻ ഒറ്റയ്ക്കല്ല, ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും, ഈ ലോകത്തിലെ സകല ജനതകൾ ഉപേക്ഷിച്ചു പോയാലും എന്നെ ഉപേക്ഷിക്കാതെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ എൻ്റെ സ്വർഗീയ പിതാവാണ്. ആ ഒരു വലിയ ബോധ്യമായിരുന്നു ഈശോയെ മുൻപോട്ട് പോകാനായിട്ടുള്ള വലിയ പ്രേരണ ലഭിച്ചത്. അല്ലെങ്കിൽ ഈശോ സഹിച്ച സാഹചര്യങ്ങളും വേദനകളും ഒക്കെ നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഒരു വലിയ മാനസിക ബുദ്ധിമുട്ട് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ജീവിത സാഹചര്യങ്ങളെ ധീരതയോടെ നയിക്കാൻ വേണ്ട ആ ഒരു വലിയ ശക്തിയും ബലവും കിട്ടിയത് ഉറച്ച ഒരു ബോധ്യമായിരുന്നു. അതെന്താണ്? അത് എൻ്റെ സ്വർഗീയ പിതാവ് എന്നോട് കൂടെയുണ്ട്, ഒരു സാഹചര്യത്തിലും എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ ഉപേക്ഷിക്കത്തില്ല. മരണം മുൻപിൽ കണ്ടു നിന്ന സമയത്ത് പോലും എൻ്റെ സ്വർഗീയ പിതാവ് പോലും എന്നെ ഉപേക്ഷിച്ചോ എന്ന് പോലും തോന്നിയ സമയമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുണയും രക്ഷാകര പദ്ധതിയുടെ ആ ഒരു ശ്രേഷ്ഠതയും ഒക്കെ മനസ്സിലാക്കി ഈശോ പറയുകയാണ്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, എന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിച്ചു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതായത് നമ്മുടെ ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസവും ആശ്രയത്വവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്നത്, തകർക്കുന്ന തളർത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പറ്റും. എപ്പോഴും സുഖസമൃദ്ധമായ ഒരു ജീവിതമാണ് നമുക്കുണ്ടാകുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈശോ കൃത്യമായ ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യം ഇതാണ്, അതായത് നിങ്ങളെ എൻ്റെ നാമത്തിൽ ഒത്തിരിയേറെ വേദനകൾ നിങ്ങൾക്ക് സഹിക്കേണ്ടതായിട്ട് വരും. നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും, നാട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട്,
അതുപോലെ തന്നെ എൻ്റെ നാമം നിങ്ങൾ പ്രഘോഷിക്കുന്നത് മൂലം ഒത്തിരിയേറെ കഷ്ടതകളും വേദനകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ട് വരും. പക്ഷേ അവിടെയൊക്കെ ഈശോ തരുന്ന ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മകനെ മകളെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്: നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. മലകൾ മാറിപ്പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, പക്ഷെ എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്, ഒരു മാറ്റവുമില്ല. ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു ദൈവത്തെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ആ ദൈവത്തിന് ആ ഒരു ശ്രേഷ്ഠ സ്ഥാനം കൊടുക്കണമെന്നുള്ള കാര്യമാണ് കൃത്യമായിട്ടും വചനം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം തിരുവചനങ്ങൾ നമ്മൾ വായിച്ചത്. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ തിരിച്ചറിവും ബോധ്യവും നമ്മുടെ ജീവിതങ്ങളിൽ നിറയുവാനും കൂടുതൽ നമ്മുടെ ആത്മീയ ജീവിതം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ സ്വന്തമാക്കി ജീവിക്കുന്ന ആ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ആ ഒരു നേർക്കാഴ്ചയാകുവാനാണ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളോട് കാണിച്ച വലിയ സ്നേഹത്തിനും കരുണയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ ലോകത്തിൽ നിരവധി ആളുകൾ ഏകാന്തതയിലും ഒറ്റപ്പെടലുകളിലും അതുപോലെ കുറ്റപ്പെടുത്തലുകളിലൊക്കെ തളർന്നുപോയി തകർന്നിരിക്കുന്ന മനസ്സങ്ങൾ ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരെല്ലാം പ്രത്യേകമായി കർത്താവിൻ്റെ കരുണയ്ക്ക് കീഴിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ കരുണയായിരിക്കണമേ, നിൻ്റെ വലിയ കാരുണ്യത്താൽ സ്നേഹത്താൽ അവരെ ആശ്വസിപ്പിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന ഈ സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും, കർത്താവെ പാപത്തിൻ്റെ വലിയ അടിമത്തത്തിലും ബന്ധനത്തിലും കഴിയുന്നവർ, ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കുടുംബ ജീവിതത്തിലും വിവാഹ ജീവിതത്തിലുമൊക്കെ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരെ പ്രത്യേകം കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ആ മക്കളുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. അവ ഞങ്ങളുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും സാധിച്ചു നിന്റെ കരുണയിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയെ. ആരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.